SSLC മക്കളെ അഥവാ 9th കഴിഞ്ഞ മക്കളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ SSLCയിലെ മാത്സിൽ ആദ്യം പഠിക്കേണ്ട ടോപ്പിക് ഇടുന്നതെന്നല്ലേ. എനിക്കറിയാം, ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ പോയി നോക്കുമ്പോണ്ട് കുറേ ആൾക്കാർ ഫസ്റ്റ് ടോപ്പിക് കണ്ടുപഠിക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങളിൽ കുറേ ആൾക്കാർ 9ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷേ SSLC ഫസ്റ്റ് ടോപ്പിക് കണ്ട് പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വർഷത്തെ SSLC മാത്സിലെ ഫസ്റ്റ് ടോപ്പിക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ പഠിപ്പിച്ചു തരാം അടിപൊളിയായിട്ട്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം എക്സാമിനർ തന്നെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഒന്നും പേടിക്കേണ്ട, ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം അവിടെ ഞങ്ങൾ മൊത്തം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ടോപ്പിക് വൈസ് ആയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. SSLC മാത്സിലെ ഫസ്റ്റ് ടോപ്പിക്ക്. ഈ ടോപ്പിക്ക് കാണാതെ എവിടെയും പോയത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അടുത്ത ടോപ്പിക് ഏത് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്പറിലേക്ക് വിളിക്കാം. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിയവർക്കറിയാം ഇങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ട്. നമ്പർ പാറ്റേൺ, ആൽജിബ്ര, അരിത്തമെറ്റിക്, ബ്ലാബ്ലി ബ്ലൂ, കുറേ ഹെഡിങ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതിനെ പറ്റിയൊന്ന് വിഷയമാക്കണം. സത്യം പറഞ്ഞാൽ 1-2 ടോപ്പിക് ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കുറേ വർഷങ്ങൾ SSLC പിള്ളേരെ പഠിപ്പിച്ച് ഫുൾ A+ മേടിപ്പിച്ചുകൊണ്ട് പറയാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്ററാണ്, ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി പോകുന്നതിന് മുൻപ് നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളാണ്. നിങ്ങൾ 9ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ അടിപൊളിയായിട്ട് എത്തിയ കുട്ടികളാണ്. ഇതൊന്ന് ആൻസർ ചെയ്യാം. 2 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 6. 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറയാൻ പറ്റും സാറേ 2, 4, 6, 7 ആണോ? അല്ല, 2, 4, 6 എന്താ വരിക? 8. അത് എന്തുകൊണ്ടാണ് വന്നത്? നിങ്ങളുടെ ബ്രെയിനിൽ എന്തോ നിങ്ങൾക്ക് അറിയാം അല്ലേ. 2 കഴിഞ്ഞു 4 ഒരു പാറ്റേൺ ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. അതേപോലെ ഇവിടെ നോക്കിയേ 10 കഴിഞ്ഞ് 12 അല്ലേ. 10, 20, 30. അടുത്തെന്താണ്? 10, 20, 30, 40. സംശയമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആ ബ്രെയിൻ അങ്ങ് പറയുന്നുണ്ട് 40 ആണ് ഈ സാർ എന്താ നോക്കിയിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 5, 4, 3 നിങ്ങൾക്കറിയാം ഉറപ്പായിട്ട്. അടുത്ത ഒരു ടേം അല്ല, അടുത്ത 2 ടേം പറയാം. 2, അത് കഴിഞ്ഞാൽ എന്താണ്? 1. ഇനി വേണമെങ്കിൽ 0 വരും അല്ലേ. ഇതിങ്ങനെ ഓരോന്ന് കുറഞ്ഞുകൊണ്ട് വരിക, ഇതിങ്ങനെ 10 കൂടിക്കൊണ്ട് വരിക. ഇതെന്താ 2 കൂടിക്കൊണ്ട് വരില്ല, ഈവൺ നമ്പേഴ്സ്. ഇതെല്ലാവരും ക്ലിയർ ആണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിക്കുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ മക്കളെ. ഇവിടെ നിങ്ങൾ കാണുന്ന സാധനമാണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് അതായത് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കുറച്ച് നമ്പേഴ്സ്. പക്ഷേ ഈ നമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് അല്ലേ, തുടക്കം. ഓക്കെ, തുടക്കം. അത് ഫസ്റ്റ് ആളായതുകൊണ്ട് നമ്മളതിനെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്ന് പറയും. എന്താണ്? ഫസ്റ്റ് ടേം. അപ്പോൾ നിങ്ങൾ വേറെ പദം പഠിച്ചു, ടേം. ഇതൊക്കെ എന്താണ്? കോമ ഇട്ട് വരുന്ന എല്ലാവരും ടേംസ് ആണ്. എന്താണ്? പദങ്ങൾ. ഓക്കെ, അപ്പം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ്, ഇത് വേറെ അരിത്തമെറ്റിക് സീക്വൻസ്, ഇത് വേറെ സമാന്തര ശ്രേണി. ഓക്കെ, അതിൽ എല്ലാവർക്കും പ്രത്യേകതയായിട്ട് ഒരുമിച്ചുള്ള സാധനം എന്താണ്? ഫസ്റ്റ് ടേം. ഇവിടുത്തെ ഫസ്റ്റ് ടേം 2, ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഒരു ട്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ബോഗി, അത് എഞ്ചിൻ. അത് കഴിഞ്ഞിട്ട് വേറെ. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് മക്കളെ. 2ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാ 4 കിട്ടുക? 2 + 2. യെസ് മക്കളെ, ശരിയാ. 4 - 2 ചെയ്താൽ 2 കിട്ടും അല്ലേ. അപ്പോൾ 2ൻ്റെ കൂടെ നിങ്ങൾ എവിടെ ഒരു നമ്പർ കൂടുന്നുണ്ട്. എന്താണ്? 2 കൂട്ടി, അപ്പോൾ 4 കിട്ടി. ഇനി 4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3 ആണോ കൂട്ടേണ്ടത്? അല്ല. അതേ നമ്പർ ഈ 2 കൂടിയാൽ ഇവിടെയും 2. അപ്പോൾ നമുക്കൊരു ഒരു സെയിം നമ്പർ എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ട്രെയിനിൽ ചാടി കൂടുന്ന നമ്പർ എപ്പോഴും സെയിം ആണ്. ആ നമ്പറിന്റെ പേര് എന്താ അറിയെങ്കിൽ ഗസ് ചെയ്യാം. ഗസ് അല്ലേ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണ് ആ നമ്പർ? ഇവിടെ നോക്കുക. ഇവിടെ 10 20ലേക്ക് എത്തണം. എന്ത് കൂട്ടണം? ഇങ്ങനെ ആലോചിച്ചാൽ മതി. സബ്ട്രാക്ഷൻ. 20 - 10 എത്ര? 10. അപ്പോൾ 10ൻ്റെ കൂടെ 10 കൂടിയാൽ ശരിയാവും, 20ൻ്റെ കൂടെ 10 കൂടിയാൽ ശരിയാവും, അതിൻ്റെ കൂടെ 10 കൂടിയാൽ ശരിയാവും. ഇത് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അത് അങ്ങനെ ആലോചിച്ചില്ല. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അതാണ് എൻ്റെ ട്രിക്സ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 5ൻ്റെ കൂടെ എന്തിട്ടാലാണ് 4 കിട്ടുക? 5 + 1 6 ആണ്. 5 + 2 അല്ല, 5 + 0 അല്ല. ഇവിടെ എന്താണ്? ഈ നമ്പർ നിങ്ങൾ ഗസ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നൊരു നമ്പർ ഉണ്ട്. അത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം കേട്ടോ. ആ നമ്പർ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതെന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇവിടെ എന്ത് നമ്പറാണ് കുറയുന്നത് അതോ കൂടുന്നതെന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എപ്പോഴും ഒരേ നമ്പറാണ് കൂടുന്നത് അല്ലേ കുറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ, ഇവിടെ കാണുന്ന ഈ നമ്പറിനെ എന്ത് വിളിക്കും?
കോമൺ ആയിട്ട് എപ്പോഴും വരുന്ന നമ്പർ അല്ലേ, കോമൺ ആയിട്ട് വരുന്ന നമ്പർ ആയിട്ട് നമുക്ക് കോമൺ അഥവാ പൊതു എന്ന് വിളിക്കാം. ഓക്കെ, കോമൺ ആയിട്ട് എപ്പോഴും വരും അല്ലേ. ഇവിടെ ഒരു കോമൺ, ഇവിടെ വേറെ കോമൺ, ഇവിടെ കോമൺ, പക്ഷേ ഈ ലൈനിൽ ഒരു കോമൺ ആണല്ലോ. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന നമ്മൾ ചോദിക്കാൻ സാർ ഇത് കൂട്ടുകയല്ല, സമ്മെന്ന് കൂട്ടുകയല്ല അല്ലെ, അഡീറ്റീവ് എന്ന് പറയണം, അഡീഷൻ അല്ല, അങ്ങനെയല്ല പറയാം. നമ്മൾ ഇതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയും. കോമൺ ഡിഫറൻസ്. സാർ എന്തുകൊണ്ടാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? അത് ശരിയല്ലല്ലോ, നമ്മളിവിടെ ആഡ് അല്ലേ ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് അല്ലല്ലോ ചെയ്യുന്നത്, ഡിഫറൻസ് അല്ലേ ചെയ്യുന്നത്. 4 - 2 അല്ലേ ഈ നമ്പർ കിട്ടുക അല്ലേ, 6 - 4 അല്ലേ ഈ നമ്പർ കിട്ടുക, 8 - തൊട്ട് മുമ്പത്തെ നമ്പറല്ലേ ഇത് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ പൊതു വ്യത്യാസം എന്ന് പറയും. എന്താണ് പൊതു എൻ്റെ മലയാളം കുറച്ച് വീക്കാണ്, അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം. വ്യത്യാസം, പൊതു വ്യത്യാസം. ഓക്കെ, കോമൺ ഡിഫറൻസ്. ഈ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് ഡി. ഈ ലെറ്ററാണ് ഡി. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫസ്റ്റ് ടേമിന് 2-3 രീതിയിൽ ആൾക്കാർ എഴുതും. ചിലവർ എഫ് എന്ന് ഉപയോഗിക്കും, ചില സ്കൂളുകളിൽ എ വെച്ചിട്ടാണ് പഠിക്കുക. എ അല്ലെങ്കിൽ A1 ഒന്നാമത്തെ പദം, ഫസ്റ്റ് പദം. അപ്പോൾ ഓരോ പദം A1, A2, A3 എന്നായിരിക്കും ഫസ്റ്റ് പദം. അല്ലെങ്കിൽ ചില സ്കൂളുകൾ X1 എന്നായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി വേറെ ചില സ്കൂളുകളിൽ T1 ആയിരിക്കും. ഒരു വിഷയമല്ല, എല്ലാം സെയിം. എഫ്, A1, X1, T1 ഒക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒരു സമാന്തര ശ്രേണിയിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ 2 ആൾക്കാരുള്ളൂ. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റും പൊതുവ്യത്യാസവും, കോമൺ ഡിഫറൻസും. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും. മനസ്സിലായി? 2 കാര്യം ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളൂ. ഈ 2 കിട്ടിയാൽ നിങ്ങൾക്ക് ചാപ്റ്ററിൽ എന്തോ ആൻസർ ചെയ്യാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, റെഡി ആണല്ലോ മക്കൾ? ഇത്രയും നേരം വരെ നിങ്ങൾക്ക് ടോപ്പിക്സ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിക്കുക. ഓക്കെ, റെഡി? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ, അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് എ സീക്വൻസ് വേർ ഈച്ച് ടേം ഇസ് ഇൻക്രീസിംഗ് ബൈ സബ്ട്രാക്ടിംഗ് ബൈ കോമൺ നമ്പർ. അതൊന്നും വിഷയമല്ല. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടേം ആണ്, ഒരു കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, ആർക്കും അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഫസ്റ്റ് ടേം നിങ്ങളോട് പറയാണ് 5, കോമൺ ഡിഫറൻസ് പറയാണ് 3. ഓക്കെ, ഫസ്റ്റ് ടേം ആദ്യം തുടങ്ങേണ്ടത് എവിടുന്ന 5. അപ്പോൾ നിങ്ങൾ 5 എടുക്കുക, എഴുതാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ കൂട്ടുക. നിങ്ങൾ +3 വീണ്ടും +3. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് 5 + 3 എത്ര മക്കളെ? 8 + 3 എത്ര? 11 + 3 14. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സമാന്തര ശ്രേണി. കിട്ടി, ഇത്രേ ഉള്ളൂ ചാപ്റ്റർ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല നിങ്ങളോട് ചോദിക്കുക, ക്വസ്റ്റ്യൻ തിരിച്ചൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ ഭാഷ എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഭാഷ? ഫസ്റ്റ് ടേമിൽ ആദ്യ പദം, ഓക്കെ, ഒന്നാം പദം, അതിനെന്താണ്? എ എന്ന് വിളിക്കാം, A1 എന്ന് വിളിക്കാം, F എന്ന് വിളിക്കാം, X1 എന്ന് വിളിക്കാം, T1. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. നിങ്ങൾ സ്കൂളിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിച്ചാൽ മതി. എല്ലാം കറക്റ്റാണ്, എല്ലാം വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പൊതുവ്യത്യാസത്തിന് ആകെ D എന്ന് വിളിക്കുന്നത്. കോമൺ ഡിഫറൻസ് ഇസ് ഓൾവേസ് D. പൊസിഷൻ അഥവാ N എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നോക്കിയാൽ 2, 5, 8, 11 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളിതിൽ ഫസ്റ്റ് ടേമിനെ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ X1 എന്ന് വിളിക്കാം. ഓക്കെ, F എന്ന് വിളിക്കാം, പക്ഷേ X1 എന്നും വിളിക്കാം. രണ്ടാമത്തെ ടേം നമ്മൾ X2 എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ആളെ നമ്മൾ X3 എന്ന് വിളിക്കുന്നു. ഇവിടെ X4 എന്ന് വിളിക്കും. ഇത് കണ്ടോ, ഇതാണ് n-ാമത്തെ പദം. n എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ്. ഫോർ എക്സാമ്പിൾ മൂന്നാമത്തെ പദം, നാലാമത്തെ പദം, രണ്ടാമത്തെ പദം, അങ്ങനെ പറയും. അതാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. n എന്ന് പറയുമ്പോൾ എത്രാമത്തെ സ്ഥാനം അഥവാ പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലവർ A2 എന്ന് പറയും, ഞാൻ X2 എന്ന് പറയും, ചിലർ T2 എന്ന് പറയും. അപ്പം എത്രാമത്തെ ആളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തെ ആളാണ്, നമ്മൾ വെറും 2 എന്നല്ല പറയാ, X2, കാരണം രണ്ടാമത്തെ പദം, കിട്ടി. ഓക്കെ, ഈ സംഭവം കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് ഇതാണ്. ഇതോടെ ഞാൻ ഫസ്റ്റ് ടോപ്പിക്ക് തീർന്നു. ചാപ്റ്ററിൻ്റെ ഒരു 20% അങ്ങ് തീർന്നു. ഇത്രയോടെ. ഓക്കെ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പദം nth ടേം മൈനസ് തൊട്ട് മുന്നത്തെ പദം. ഇത് ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഫോർമുലയാണ്. ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ലോജിക്ക് മക്കളെ? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഇവിടെ 4 സമാന്തര ശ്രേണി, എൻ്റെ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 4 സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. എങ്ങനെ ചെയ്യാം? ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ അടുത്തടുത്തുള്ള ടേംസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട എത്രേ ഉള്ളൂ. തൊട്ട് റൈറ്റിലെ ടേം എടുക്കുക, ഇവനെടുക്കുക. ഇവനെടുത്തു ഞാൻ. ഓക്കെ, 20 എടുത്തു. തൊട്ട് മുന്നത്തെ ടേമിനെ മൈനസ് ചെയ്ത് അതിൽ നിന്ന്. ഓക്കെ, 20 - 11. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്താ കൂടി? 11 + എന്താണ് 20? 9 ആണെന്ന് എനിക്കറിയാം. പക്ഷെ 20 - 11, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൈനസ് ചെയ്യാം. റൈറ്റിൽ നിന്ന് തൊട്ട് മുന്നത്തെ ലെഫ്റ്റിലേക്ക് മൈനസ്. അപ്പോൾ 9. കോമൺ ഡിഫറൻസ് കിട്ടി. ഇവിടെ കോമൺ ഡിഫറൻസ് 9 കിട്ടി. വെരി ഗുഡ്. അങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യാം. ഇവിടെ എന്താ കോമൺ ഡിഫറൻസ്? ഇവിടെ ഞാൻ
റൈറ്റിൽ നിന്ന് ഏത് വേണം മൈനസ് ചെയ്യാൻ നോക്കിയേ. ഞാൻ 27 ഇയാളിൽ നിന്ന് തൊട്ട് മുന്നത്തെ ലെഫ്റ്റ് 17 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 27 മൈനസ് 70 എത്ര കിട്ടുക മക്കളെ? 10 കിട്ടി. ഇനി എനിക്കൊരു സംശയം, സാറേ ഞാൻ ചെയ്ത് അത്ര ശരിയാവുന്ന സംശയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് ഒന്നുകൂടി എടുക്കുന്നു. 17 എടുക്കുന്നു, അതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പർ മൈനസ് ചെയ്യുന്നു. എന്താണ് 17 മൈനസ് 7? എന്താണ് ആൻസർ വരിക? നമുക്ക് 10 വരും. അപ്പോൾ കറക്റ്റ് അല്ലേ? ഇയാളുടെ എല്ലാ കോമൺ ഡിഫറൻസ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ. ഇയാളും 2 ആൾക്കാർ നിങ്ങളുടെ ഹോംവർക്കാണ്. ഓക്കെ, അപ്പം ബ്രെയിൻ ഒന്നും ഉപയോഗിക്കുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. എത്ര ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു? വിഷയം എനിക്ക് 1000 ആൾക്കാർ ഇത് കമൻറ്റ് ചെയ്തിരിക്കണം. മക്കൾ ഇങ്ങനെയാണ് പഠിക്കുക. ഞാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ട് മാത്രമേ അത് ബ്രെയിൻ വെച്ചുകൂടി ഉപയോഗിക്കുക. അവിടെ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് പോരാതെ ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. നമുക്ക് വേഗം ഒന്ന് ചെയ്യാൻ സാർ. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിക്കേ, 9 മൈനസ് 11 ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് വരുന്ന ഉറപ്പാണ്. ഇനി 11 മൈനസ് 9 എത്ര? 2. അപ്പം -2. ഓക്കെ, -2. ഇവിടെ നിന്നാണ് 5 മൈനസ് 3. 5 മൈനസ് 7 എത്ര വരിക? കോമൺ ഡിഫറൻസ് 5 മൈനസ് 7. വീണ്ടും എന്താണ്? -2. ഇവിടെ നിന്നാണ് 4 മൈനസ് 7 എത്ര? കോമൺ ഡിഫറൻസ് 4 മൈനസ് 7 എത്ര വരിക? 7ൽ നിന്ന് 4 കുറയ്ക്കുക 3. ചെറുതിൽ നിന്ന് വലുതാണ്ട് -3. ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് പഠിക്കുക. ഓക്കെ, കോമൺ ഡിഫറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് നിങ്ങൾ മറ്റേത് ഹോംവർക്ക് കമൻറ്റ് ചെയ്യണം, നിർബന്ധമാണ്. ഇതാണ് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അടുത്ത ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്, പക്ഷെ നിങ്ങൾ കാണിച്ചു തരാം. ബാക്കിയുള്ള ചാപ്റ്റർ മൊത്തം പഠിക്കണമെങ്കിൽ അടിപൊളിയായിട്ട് A+ അല്ല ഫുൾ മാർക്കിന് പഠിക്കണമെങ്കിൽ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻഡ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് എൻ AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 4 പദം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം 10 വന്നു, കോമൺ ഡിഫറൻസ് 3 വന്നു. എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം എഴുതി 10, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, +3. പിന്നെ എന്താണ്? വീണ്ടും +3. നിങ്ങളിങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. +3. അപ്പോൾ നോക്കിയേ, 10 + 3 13, 13 + 3 16, 16 + 3 19. ഇതാ കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം 1 2 3 4 ആദ്യത്തെ 4 പദം എഴുതി സമാന്തര ശ്രേണി. ഇത്രയുള്ള സംഭവം ഫസ്റ്റ് ടോപ്പിക് ഒരു 25% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആൽജിബ്രയും സമ്മും കുറച്ച് പാറ്റേൺ ക്വസ്റ്റ്യൻസും കൂടി കഴിഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഓൾറെഡി എക്സാമിനർ ആപ്പിലുണ്ട്. അത് മൊത്തം ഞാൻ തന്നെ എടുക്കുന്നത്. അതിൻ്റെ PYQസും എല്ലാം കൂടിയായിട്ട് നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം മക്കളെ. വേഗം തന്നെ. കാരണം കുറേ കുട്ടികൾ ഓൾറെഡി കണ്ടു തുടങ്ങുന്നുണ്ട്. കാരണം എനിക്ക് യൂട്യൂബിൽ അനലിറ്റിക്സ് കാണുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ ചാപ്റ്ററിൻ്റെ ഇതിന് വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ കാണുന്നുണ്ട്, കുറേ ആൾക്കാർ ബാച്ചിലെ ക്ലാസ് കാണുന്നുണ്ട്, കുറേ ആൾക്കാർ യൂട്യൂബിലെ ക്ലാസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഫുൾ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഒരു വർഷത്തെ ഫുൾ സിലബസ് നിങ്ങൾക്ക് പഠിക്കണം. ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും ലേറ്റ് ആയിട്ടില്ല. ക്ലാസ്സസ് ഫുൾ പഠിക്കാം. നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിനും ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, PYQs ഉണ്ടാവും, മൊത്തം കാര്യം ഉണ്ടാവും. ആൻഡ് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1240 രൂപേൻ്റെ ബുക്സും കിട്ടും. ബുക്ക് സെറ്റ് വീട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ അത് നിങ്ങൾ വിളിച്ച് നോക്കുക, ഈ നമ്പറിലേക്ക് വിളിച്ച് നോക്കുക. സാറേ എന്താ ബുക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോ. അങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് പിന്നെ വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ഫീസിനുള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു വർഷത്തെ മൊത്തം ഫീസ് എല്ലാ സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് 6000 rupees ആണ്. ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് മാത്സിലെ ഫസ്റ്റ് ടോപ്പിക്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വെരി ഗുഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.